അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെരുന്നാളൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ജസ്റ്റ് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. വേറെ അങ്ങോട്ടല്ല, നമ്മുടെ അടുത്തുള്ള പാലക്കാടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരു 6 മണിക്കൊക്കെ ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മോർണിംഗ് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്, പിന്നെ എല്ലാവരും സെറ്റായി വന്നപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മോർണിംഗ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ശരണ ഭവനിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും മസാല ദോശ, പൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് എല്ലാവരും കഴിച്ചത് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയപ്പോൾ അത് രണ്ട് സൈഡും നല്ല നെൽകൃഷികളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നുണ്ട് കാണാനായിട്ട്. നമ്മളെല്ലാവരും വണ്ടിയോടെ ജസ്റ്റ് നിർത്തിയിട്ട് അവിടുത്തെ വീഡിയോസും നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നേരെ അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോയത്. പോണ വഴിക്ക് എൻ്റെ കുറേ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് അവിടെ സീതാർകുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്, സീതാർകുണ്ട് വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് പഴയ കാലത്തുള്ള വീടുകളുണ്ടല്ലോ, ഈ ഓലയൊക്കെ വെച്ച് അങ്ങനെ സെറ്റപ്പുള്ള വീടുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വാട്ടർഫോൾസിലെത്തി. പക്ഷെ അവർ പറഞ്ഞായിരുന്നു അവിടെ അധികം വെള്ളമൊന്നുമില്ല, കാരണം അറിയാമല്ലോ ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ അധികം വെള്ളമൊന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മളെല്ലാവരും നേരെ അങ്ങോട്ട് പോയി. പോണ കഴിക്കാനുള്ള ഫുൾ മാങ്ങയാണ് ഗൈസ്, മൊത്തം മാങ്ങ മരമാണ്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും വന്നില്ല. നമ്മൾ കുറച്ച് പേര് പോയി. അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് അവിടെ പോയി ഒന്ന് ജസ്റ്റ് കണ്ടു, അവിടെ കുറച്ച് ഇരുന്ന് പോന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഐസ്ക്രീം, വെള്ളം അങ്ങനെയുള്ളതൊക്കെ, കാരണം നല്ല ചൂടാണ്, അതാണ് അതൊക്കെ കുടിച്ചു. വെള്ളം മാത്രം കുടിക്കുന്നത് കൂടുതലും, അത്ര ചൂടുണ്ടായിരുന്നു പാലക്കാട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ എന്താ നമ്മുടെ ഹൃദയം ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത് ഈ ഒരു ലൊക്കേഷനിൽ. നേരെ അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ അരിയൊക്കെ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൈസക്കാർക്ക് ഒരു കൊതി, അതൊക്കെ പൊക്കിയൊന്ന് ഇതാക്കണമെന്ന്. അങ്ങനെ പൈസക്ക് അതൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധനത്തിന് കിട്ടി. എന്താണെന്നറിയോ? കാട്ടുപന്നികൾ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് അവിടെ 2 മാങ്ങ പൊട്ടിച്ചായിരുന്നു, ജസ്റ്റ് അവിടുത്തെ മാങ്ങ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കണം ടൈം ആയതുകൊണ്ട് ഫുഡ് കഴിക്കണം സ്പോട്ട് അന്വേഷിച്ച് നടക്കാറ് കുറച്ച് കറങ്ങിയായിട്ട് ലാസ്റ്റ് നമ്മളവിടെ എത്തി. അയ്യപ്പച്ചേട്ടൻ്റെ കടയിലെത്തി. അവിടുത്തെ ലൊക്കാലിറ്റിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് അതാണ്. നമ്മളവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് താഴത്തെ അവർ ഫുൾ ഫാമിലിക്ക് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കിട്ടിയപ്പോൾ ഊണിന് 50 രൂപയാണ്. പക്ഷേ ക്വാണ്ടിറ്റി ആണെങ്കിൽ അധികം, അതായത് കറികളെല്ലാം ഒരുപാടുണ്ടായിരുന്നു. എന്താണ് പായസം കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു 50 രൂപയുടെ ഊണിൽ. പിന്നെ സ്പെഷ്യലിന് എക്സ്ട്രാ റേറ്റും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് മുതൽമട റെയിൽവേ സ്റ്റേഷനിലാണ് പോയി. പഴയ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി ഇരിക്കുക എന്നുള്ളതിൽ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റ് ചെയ്തു. വാഷ്റൂമിലൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അവിടെ ഫ്രഷപ്പ് ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നെല്ലിയാമ്പതിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് പണി കിട്ടി, കയറ്റി വിടില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. 3 മണി വരെ കയറ്റി വിടുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പൈസയ്ക്ക് വാപ്പിച്ചൊക്കെ പോയി കുറേ സംസാരിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് കടത്തി വിട്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോകുന്നതൊക്കെ ഞങ്ങൾക്ക് ഒരു കാട്ടുപന്നിനെയൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അല്ല സോറി ഗൈസ്, കാട്ടുപോത്താണ്ടു. അങ്ങനെ കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അങ്ങനെ പിന്നെ പോണ വഴിക്ക് പിന്നെ എന്തെങ്കിലും മൃഗങ്ങളെ കാണുമോ രീതിയിൽ നോക്കി ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും ഞങ്ങൾ കാണാൻ പറ്റിയില്ല. പിന്നെ ഏതെങ്കിലും ഒരു സ്പോട്ട് കാണാൻ ജസ്റ്റ് വണ്ടി നിർത്തി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്പോട്ടൊക്കെയാണ് ജസ്റ്റ് എല്ലാവരും വണ്ടി നിർത്തി ജസ്റ്റ് അവിടെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങി. കാരണം ഈ കാറിൽ ഇരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ച് രാത്രിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, കാരണം ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നു ചെക്ക് പോസ്റ്റ് കടത്തി വിടുമെന്നുള്ളത്. പക്ഷെ കടത്തി വിട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പാലക്കാട് ഞാൻ ഫുഡ് കഴിക്കാൻ. പിന്നെ പൊട്ടി വിളകത്തിലുള്ള ബൈ.